ഗുഡ് മോർണിംഗ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യില്ലെന്നാ? രമ്യ മാഡം റെഡി അല്ലേ? രമ്യ മാഡം റെഡിയാണ്, തുടങ്ങാം. തുടങ്ങാല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ആൾ. The meeting in connection with 7 a.m. morning drive of JSA India Zone 20 is hereby called to order. 53-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ 7 a.m. drive. ഓരോ ദിവസവും വ്യത്യസ്തമായ അപ്ഡേഷൻസിലൂടെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ അറിവിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ ആരംഭിച്ച ഈ പ്രോഗ്രാം അതിന്റെ 3 മാസം പൂർത്തീകരിക്കാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ഈ പ്രോഗ്രാം സോൺ 28 വളരെ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സോൺ 28 നായിക ഇവിടെ അസാന്നിധ്യത്തിലും ചിത്ര മാഡത്തെ ജെപ്പിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാം ഗസ്റ്റ് സ്പീക്കറായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രമ്യ സന്തോഷ്, ജെസി പണ്ടിക്കാടിന്റെ മെമ്പർ ആയിട്ടുള്ള RP പ്രൈമറി വിഭാഗത്തിന്റെ RP ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള സ്കൂൾ ടീച്ചർ ആയിട്ടുള്ള ഒരു ട്രെയിനർ കൂടെയാണ് രമ്യ മാഡം. അവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പറ്റൂ ഇന്ന് പ്രോഗ്രാം ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ JC ആൻഡ് നോൺ JC സുഹൃത്തുക്കളെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് രമ്യ മാഡത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാഡം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു ചെയർമാൻ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ് കേൾക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. കാലം ഇനിയും ഉരുളും, വിഷു വരും, വർഷം വരും, തിരുവോണം വരും, ഓരോ തളിരിലും പൂവരും കായ് വരും, അപ്പോഴാരെന്നും ആർക്കറിയാം. JCI സോൺ 28 7 AM മോർണിംഗ് ഡ്രൈവ് 83-ാമത്തെ ദിവസമാണെന്ന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പല കാരണങ്ങളും കുറച്ച് സെഷൻസ് മാത്രമേ കിട്ടാതെ ഇരുന്നിട്ടുള്ളൂ. എന്തായാലും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച JCI സോൺ 28 സോൺ ഡയറക്ടർ ട്രെയിനിങ് ഡോക്ടർ ഇഷാം അങ്ങനെയുള്ള സ്നേഹം അറിയിക്കുകയാണ്. 2016-17 വർഷത്തില് ഒരു പല സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ജോലി വേണം എന്ന് ആഗ്രഹിച്ചിരുന്നപ്പോ ഒരു PSC തന്നെ വേണം എന്ന് ഒരു തീരുമാനത്തിൽ എത്തുകയും അതിനുവേണ്ടി PSC കിട്ടിയ ആളുകളോട് ചോദിച്ച് കഠിനമായ ശ്രമം തുടങ്ങുകയും ചെയ്തു. ഇപ്പൊ മോന് 1.5 വയസ്സായിരുന്നു ആ സമയത്ത്. അവനെ ശരിക്ക് നോക്കുപോലും ചെയ്യാതെ മാസങ്ങള് 8 to 10 മാസം അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്തു. അങ്ങനെ തന്നെ പറയാം. 100-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. അതുപോലെ 2ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും നന്നായി വായിച്ച് അതിന്റെ നോട്ടുകൾ എഴുതി. അങ്ങനെ ജോലിക്ക് 2019 ജോയിൻ ചെയ്ത് വന്ന ദിവസം അയൽവാസി കുശല അന്വേഷിക്കാൻ വന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ഡയലോഗ് ഇതായിരുന്നു: രമ്യക്ക് ഭാഗ്യമുണ്ട്, ഭയങ്കര ഭാഗ്യം, ഇത് രമ്യന്റെ സമയമാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ജീവിതത്തില് നല്ല സമയവും ചീത്ത സമയവും ഉണ്ടെന്ന്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എല്ലാ സമയവും നല്ല സമയം. യെസ്, താങ്ക് യു ചന്ദ്രിക. എല്ലാ സമയവും നല്ല സമയമാണ്. അത് തന്നെയാണ് ജീവിതത്തിൽ കിട്ടുന്ന എല്ലാ സമയവും നല്ല സമയം തന്നെയാണ്. കുമാരനാശാൻ പാടിയിട്ടുണ്ട്, വരുമോരോ ദശ വന്ന പോലെ പോവും. ജീവിതത്തിൽ പല കാര്യങ്ങളും വരാം, പക്ഷെ അത് വന്ന പോലെ പോവും. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരു അനുഭവങ്ങളാണ്. നമ്മള് ചെയ്യേണ്ട കാര്യങ്ങള് അന്നന്ന് തന്നെ എല്ലാരും ചെയ്യണം എന്ന് വിചാരിക്കും, പക്ഷെ ചെയ്തു തീർക്കാൻ കഴിയാറുണ്ടോ? എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു തീർക്കാൻ കഴിയാറുണ്ടോ എല്ലാവർക്കും? എന്താണ് നിങ്ങളെ അഭിപ്രായം? മാറ്റി വെക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എല്ലാവർക്കും മനസ്സ് പറയാട്ടോ. വെച്ചാൽ നടക്കും. അതെ, മനസ്സ് വെച്ചാൽ നടക്കും.
മാറ്റി വെക്ക മനസ്സ് വെച്ചാൽ നടക്കും. ജഗദീനമാരി അവിടെ നീക്കും. ഇപ്പൊ ഞാൻ പോയി റെഡിയാക്കി വരാം, എന്നിട്ട് ഒന്നിരിക്കും, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മതി, അതോടുകൂടി ആ പരിപാടി അവിടെ അവസാനിച്ചു. പക്ഷെ അങ്ങനെയല്ല. നമ്മള് ചന്ദ്രികമ്മ പറഞ്ഞത് മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഉണ്ട്. അപ്പൊ ഇത് എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ മനസ്സ് വെച്ചാൽ അത് നടക്കും. ഇനി നമുക്ക് 24 കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് രാവിലെ നീക്കുന്നു, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ നോമ്പുകാലം തുടങ്ങുന്നതിന്റെ മുമ്പേ കുറെ പരിപാടികൾ തീർക്കാണ്ടോണ്ട് രാത്രി നേരം വൈകി വരുന്നു. അതുപോലെ അതിന്റെ ഇടയിൽ കുറെ ട്രെയിനിങ്ങുകൾ, ടീച്ചേഴ്സ് ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നേരം വൈകുന്നു. എന്നും പിന്നെ രാവിലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോ പലപ്പോഴും എന്റെ കൂടെയുള്ള ടീച്ചർ പറയും, ഒരാഴ്ചയായി നല്ല സാരി വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റണത് മാത്രമേ തിരുമ്പലുള്ളൂ, സാരികൾ ഒന്നും തിരുമ്പലില്ല, ഒരാഴ്ചയായി റൂമിൽ പൂട്ടിയേക്കുന്നു, ഒന്നിനും സമയമല്ല. ശരിക്കും നമുക്ക് കിട്ടുന്ന സമയത്തില് സന്തുഷ്ടരാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന 24 മണിക്കൂറുകളിൽ എനിക്കടക്കം ഞാനും പലപ്പോഴും പറയലുണ്ട്, സമയം കിട്ടിയില്ല, സ്കൂളിൽ ചില ദിവസം നേരം വൈകലുണ്ട്, സമയം കിട്ടിയില്ല. നമ്മൾ സന്തുഷ്ടരാണോ നമുക്ക് കിട്ടുന്ന സമയത്തില്? യെസ്, നൗഷാദ്. താങ്ക് യു സർ. പലപ്പോഴും കിട്ടിയില്ല എന്ന് പറയാറുണ്ട് അല്ലെ, സമയം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ നൽകിയ ഒരേ ഒരു സാധനമേ ഉള്ളൂ ഈ ലോകത്ത്. അത് സമയം എന്ന് പറയുന്ന വിഭവമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയ ഒരേ ഒരു വിഭവമേ ഈ ലോകത്തുള്ളൂ, അത് സമയമാണ്. ഇനി ഈ കിട്ടുന്ന സമയം കൃത്യമായ രീതിയിൽ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ കഴിയാറില്ല. അതിന്റെ കാരണങ്ങളും നമുക്ക് പലപ്പോഴും അറിയും ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടോ പിന്നെ അതേ പരിപാടികൾ നമ്മൾ ആവർത്തിക്കും. ഇപ്പൊ കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയുള്ള സമയത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാം, റീന്യൂ ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിനെ റീന്യൂ ചെയ്യാൻ ഉള്ള 3 കാര്യങ്ങൾ, അതാണ് ഞാൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എങ്കിലും ഒന്നാമത്തെ കാര്യം, ക്ലാരിറ്റി ഇൻ വൈ. നമ്മൾ ഈ ലോകത്ത് ജനിച്ചത് എന്തിനാണ്, എന്തുദ്ദേശത്തിലാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്? ഇക്കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതായത് വൈ, ക്ലാരിറ്റി വേണം. ജീവിക്കുന്നതിന് കാരണം എന്താണ്, ജനിച്ചതിന് കാരണം എന്താണ്, ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, ആ കാര്യങ്ങളിൽ നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ജോനാഥൻ എന്ന് പറയുന്ന കടൽ കാക്കയുടെ കഥ. ജോനാഥൻ ജനിച്ചത് ഒരു ദ്വീപിലാണ്. അവിടെ കടൽക്കാക്കകൾ മാത്രം താമസിക്കുന്ന ഒരു ദ്വീപിലാണ് ജോനാഥൻ ജനിച്ചത്. അപ്പോ ദ്വീപ് ആയതുകൊണ്ട് തന്നെ സുഖമാണ്, ഭക്ഷണം കഴിക്കാൻ അവർക്ക് എളുപ്പമാണ്. കാരണം കടലിൽ പൊങ്ങുന്ന മീനുകളെ ആണ് അവർ ഭക്ഷണമാക്കുക. അങ്ങനെ അതുകൊണ്ട് തന്നെ അവർക്ക് ഉയരത്തിൽ പറക്കേണ്ട ആവശ്യമില്ല. കാരണം മീനുകൾ തൊട്ടടുത്ത് പൊങ്ങുകയാണ്, അത് എടുത്തു കഴിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരാളുകളും ഉയരത്തിൽ പറക്കാൻ പഠിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ജോനാഥൻ ജനിച്ചത്. അപ്പോ അവന് സംശയമാണ്, അമ്മേനോട് സംശയം ചോദിക്കും, അതെന്താ മുകളിൽ പറക്കുന്നത് എന്താ? അപ്പൊ അമ്മ പറയും, അത് പരുന്താണ്. അതെന്താ പരുന്തുകൾ മുകളിൽ പറക്കുന്നത്? പരുന്തുകൾ അങ്ങനെയാണ്, മുകളിൽ പറക്കും, പരുന്തുകൾക്ക് മുകളിൽ പറക്കാൻ കഴിയും. അതെന്താ നമുക്ക് പറക്കാൻ കഴിയാത്തത് അവൻ ചോദിക്കും. അപ്പൊ അമ്മ പറയും, നമുക്ക് പറക്കാൻ കഴിയില്ല, അവ പരുന്തുകളാണ്, നമുക്ക് പരുന്തുകളല്ലല്ലോ, പരുന്തുകൾക്കല്ലേ മുകളിൽ പറക്കാൻ കഴിയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാ പറ്റില്ല, അമ്മക്ക് എന്താ പറ്റില്ല? അപ്പൊ ആ ചോദ്യം കേൾക്കുമ്പോ അമ്മയ്ക്ക് ദേഷ്യം വരും. എന്തുകൊണ്ടാ പറ്റില്ല വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുമ്പോ അമ്മ ദേഷ്യപ്പെട്ട അവിടുന്ന് ഓടിക്കും. അങ്ങനെ ജോനാഥൻ ആ ആൻസറുകളിലൊന്നും തൃപ്തനായില്ല. അപ്പോ അവൻ പറക്കാൻ പഠിക്കാൻ തുടങ്ങി. പതുക്കെ കുറച്ച് ഉയരത്തില്, ആരെയും സമ്മതം ഇല്ലാതെ ഉയരത്തിൽ പറക്കാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പറന്ന് ഒരു 100 അടി വരെ പറന്നു. അപ്പൊ ആ സമയത്ത് 100 അടി വരെ കുറച്ച് ഉയരത്തില്, അവരുടെ കൂട്ടത്തിൽ കുറച്ച് ഉയരത്തിൽ പറന്ന സമയത്ത് അവന് ശിഷ്യന്മാരുണ്ടായി. അപ്പോ അവരും ഇവന്റെ കൂടെ പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ നാട്ടുകാർക്ക് തീരെ സഹിച്ചില്ല.
ആരാ ഞങ്ങളിടയിൽ നിന്ന് 100 അടി ഉയരത്തിൽ പറക്കുന്നത്? നമ്മൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവൻ എന്താ ഇങ്ങനെ കാട്ടുന്നത്? അപ്പൊ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് ചെയ്തു? അവനെ അവിടെ നിന്ന് നാട് കടത്തി. അപ്പോ ഇവൻ ആ നാട് കടത്തൽ എന്നുള്ള പ്രോസസ്സ് ഒരു നെഗറ്റീവ് ആയിരുന്നെങ്കിൽ പോലും അവൻ അതൊരു പോസിറ്റീവ് ആയിരുന്നു. പുതിയ ദ്വീപില് ജോനാഥനും തന്റെ ശിഷ്യരും എത്തിപ്പെട്ടു. അവിടുന്ന് വീണ്ടും വീണ്ടും ഉയർന്നു പറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഉയരത്തിൽ പറന്ന് 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 പരുന്തുകളെ പോലെ ഉയരത്തിൽ പറക്കാൻ ജോനാഥൻ പഠിച്ചു. അങ്ങനെ ഒരിക്കല് അവര് പറക്കുന്നതിന്റെ ഇടെ അവരുടെ താമസിച്ചിരുന്ന പഴയ ദ്വീപിന്റെ മുകളിലൂടെ പറക്കുന്ന സമയത്ത് അവിടെ താമസിക്കുന്ന കടൽക്കാക്കകൾക്കൊക്കെ അത്ഭുതം. ഓ, നമ്മളെ പോലുള്ള കടൽക്കാക്കകൾ ഇത്ര ഉയരത്തിൽ പറക്കേ. അപ്പോ നന്നായി നോക്കിയ സമയത്ത് ആ നാട്ടുകാർക്ക് മനസ്സിലായി, അത് പഴയ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ജോനാഥനാണ്. അങ്ങനെ അവര് വീട്ടുകാരും നാട്ടുകാരും അവരെ ക്ഷണിച്ചു. ജോനാഥൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ നിങ്ങൾ പറക്കാൻ പഠിച്ച് ഈ ഉയരത്തിൽ വരൂ. ഇവിടെ വെച്ച് മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. അതെ, ജോനാഥൻ അറിയാമായിരുന്നു ക്ലാരിറ്റി ഇൻ വൈ. എന്തിനാണ് താൻ ജീവിക്കുന്നത്? ഉയരത്തിൽ പറക്കാനാണ്. അല്ലാതെ തന്റെ കൂടെയുള്ളവരെ പോലെ കടലിലെ മീനുകളെ ഭക്ഷിച്ച് ഉയർന്നു വരുന്ന മീനുകളെ മാത്രം ഭക്ഷിച്ച് തന്റെ ജീവിതം കഴിച്ചു കൂട്ടാനല്ല. അപ്പോ നമുക്കും ജീവിതത്തിൽ എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി അത് നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം, ഡിസിപ്ലിൻ ഇൻ ഹൗ. ഒരു ലക്ഷ്യം തീരുമാനിച്ചു, നേടണം എന്ന് ഉദ്ദേശിച്ച ലക്ഷ്യം തീരുമാനിച്ചു. പിന്നെ വേണ്ടത് അതിനു വേണ്ടി എങ്ങനെ, ഏത് വഴി കൂടെ മുന്നോട്ട് പോയാൽ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ എന്നുള്ള കാര്യമാണ്. നേരത്തെ പറഞ്ഞ പരുന്തുകളുടെ പ്രത്യേകത, എല്ലാ പക്ഷികളും മഴ പെയ്യുമ്പോൾ അവരുടെ കൂട്ടിലേക്ക് പറക്കും. പക്ഷെ പരുന്തുകൾ ഒരിക്കലും കൂട്ടിലേക്ക് പറക്കാറില്ല. അവർ മഴമേഘത്തിന് മുകളിലൂടെ ആകാശത്ത് പറക്കും. പരുന്തുകളുടെ ശരാശരി ആയുസ് നമുക്ക് എല്ലാവർക്കും അറിയാം 70 വയസ്സാണ്. ഏകദേശം ഒരു 40 വയസ്സാവുമ്പോൾ പരുന്തുകളുടെ നഖവും അതുപോലെ തന്നെ ചുണ്ടും ഒക്കെ വളഞ്ഞ് ശരീരത്തില് തന്നെ തോല് കുത്തി ഇറങ്ങാൻ തുടങ്ങും. അപ്പോ കഠിനമായ വേദനയാവും. ആ സമയത്ത് പരുന്തുകൾ, എന്നാ ശരി, മേത്ത് കുത്തി ഇറങ്ങല്ല, ഇനി ഒന്നും ചെയ്യണ്ട, ഒരു മുക്കിലിരിക്കാം എന്ന് പറഞ്ഞ് ചെയ്യുകയല്ല ചെയ്യുക. ഏതെങ്കിലും തന്റെ കൂടിനടുത്തുള്ള ഏതെങ്കിലും പാറയിൽ പോയി ഇരുന്ന് തന്റെ നഖവും അതുപോലെ തന്നെ ചുണ്ടും വേദനയോടെ ഉരസി അവ അവിടുന്ന് ഇളക്കി മാറ്റും. അങ്ങനെ നഖങ്ങളും ചുണ്ടും ഇളക്കി മാറ്റി വേദന സഹിച്ച് 4-5 മാസങ്ങൾ തന്റെ കൂട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ കഴിയുന്ന പരുന്തുകൾ പിന്നെ അവയ്ക്കൊരു പുനർജന്മമാണ്. ആ കുറച്ച് ദിവസത്തെ കഷ്ടപ്പാട് പരുന്തിന് നൽകുക 30 വർഷത്തെ തുടർന്നുള്ള ജീവിതമാണ്. ആരോഗ്യത്തോടെ 30 വർഷം കൂടി ജീവിക്കാൻ 40ാമത്തെ പ്രായമടുക്കുമ്പോൾ അങ്ങനെ പല്ലും നഖവും ഉരച്ചു കളഞ്ഞേ പറ്റൂ എന്ന് പരുന്തിനറിയാം. എങ്ങനെ തന്റെ ബാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, തന്റെ ജീവൻ നിലനിർത്തേണ്ടത് എങ്ങനെയെന്ന് ആ പരുന്തിന് പോലും അറിയാം. ഇത് തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്താണ് ലക്ഷ്യം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയത്തിനെ ചിട്ടയായി ഉപയോഗിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. മൂന്നാമത്തെ കാര്യം, കൺസിസ്റ്റൻസി ഇൻ വാട്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അവിടെ എത്തിച്ചേരാൻ അനവധി തടസ്സങ്ങൾ ഉണ്ടാവും. നമുക്കറിയാം, ജീവിതം അങ്ങനെ ഉണ്ടാവും. ആ തടസ്സങ്ങളിലൊന്നും അത് എത്തുന്നത് വരെ മുന്നോട്ട് പോവാൻ ആരും. നമുക്ക് ഒരു മനുഷ്യ എന്ന രീതിയിൽ ഒരു മകനാവാം, മകളാവാം, അമ്മയാവാം, അച്ഛനാവാം, ഇഷ്ടം പോലെ കടമകൾ നമുക്ക് ചെയ്യാനുണ്ടാവും. പക്ഷെ കടലോളം വിജയിക്കാൻ, കടമകൾ ചെയ്തുകൊണ്ട് തന്നെ വിജയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും. മറ്റൊന്ന്, കയറാൻ ശ്രമിക്കുമ്പോൾ മാത്രമല്ലേ നമ്മൾ വീടുള്ളൂ. അപ്പോ ഏത് ഉയരത്തിലേക്കും
കയറാൻ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് മാനസികമായിട്ട് തളർച്ചയും അനുഭവപ്പെടാം. പക്ഷെ ഈ വെല്ലുവിളികളൊക്കെ അതിജീവിക്കാനുള്ളതാണ്, അല്ലാതെ തളർന്നിരിക്കാനുള്ളതല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. സമയം നമ്മളെ കയ്യിൽ വെക്കാനാവില്ല, പക്ഷെ അത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനാവും. പൂമ്പാറ്റയെ കുറിച്ച് ഒരു കവിത ഉണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു കവിത. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി, ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുണ്ട നാളുകൾ നീക്കി. ഇരുണ്ട് പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റയായി പറക്കുന്ന, നമുക്ക് എല്ലാവർക്കും പുഴുവിനെ ഇഷ്ടമല്ല, പക്ഷെ പൂമ്പാറ്റ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇരുണ്ട ആ കാലഘട്ടത്തിൽ തപസ്സിരുന്ന് പ്യൂപ്പയിൽ നിന്ന് പൂമ്പാറ്റയായി പറന്നുയരുമ്പോ ആ പൂമ്പാറ്റ സഹിക്കുന്ന സമയത്തിന് കൊടുക്കുന്ന ഒരു വിലയുണ്ട്. അത് ഒന്നുകൊണ്ട് മാത്രമാണ് ആ പ്യൂപ്പ അല്ലെങ്കിൽ ആ പുഴു പ്യൂപ്പയിലൂടെ നല്ലൊരു പൂമ്പാറ്റയായി പറക്കാൻ സാധിക്കുന്നത്. നമുക്കും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സമയത്തിന് വില നൽകാം. കാരണം ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ഒന്നേ ഉള്ളൂ സമയം. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഒരുപോലെ കിട്ടിയ വിഭവവും സമയം അതൊന്നു മാത്രമാണ്. അപ്പോ ഇന്ന് 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, സമയത്തിന് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ കഴിഞ്ഞ സമയങ്ങൾ പോട്ടെ, ഇനിയുള്ള സമയം കൃത്യമായി നേരിടാം. നമുക്ക് എന്തൊക്കെ ചെയ്യാം? 3 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന്, ക്ലാരിറ്റി ഇൻ വൈ. എന്തിനാണ് നമ്മളെ ഈ ഇവിടെ ജനിച്ചത്? എന്താണ് നമ്മുടെ ലക്ഷ്യം? എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം. രണ്ടാമത്, ഡിസിപ്ലിൻ ഇൻ ഹൗ. എങ്ങനെ മുന്നോട്ട് പോകണം? ഒരു ലക്ഷ്യം കണ്ടാൽ അതിനെ നേടാൻ ഏത് വഴിയിലൂടെ, ഏത് നല്ല വഴിയിലൂടെ മുന്നോട്ട് പോയാലാണ് ആ ലക്ഷ്യത്തിലെത്തുക എന്നതാണ് രണ്ടാമത്തേത്. 3, കൺസിസ്റ്റൻസി ഇൻ വാട്ട്. എന്ത് ലക്ഷ്യമാണ് നമ്മൾ മുന്നിൽ കണ്ടത്, ആ ലക്ഷ്യം എത്തുന്നത് വരെ നമ്മൾ കൃത്യമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേ ഇരിക്കണം. കാരണം നമുക്ക് വെറും പരുന്തിന്റെ കാര്യം പറഞ്ഞ പോലെ ശരാശരി 70 തന്നെയാണ് നാം മനുഷ്യരുടെയും ആയുസ്. അതുകൊണ്ട് ആ ദിവസങ്ങൾ, നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ആ ദിവസങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട്, കൃത്യമായി ജീവിച്ചുകൊണ്ട്, ഓരോ നിമിഷത്തിനും വില നൽകിക്കൊണ്ട് മുന്നോട്ട് പോവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കുക, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടൈം ഈസ് കാൾഡ് സക്സസ്. ജീവിതത്തിന് സമയത്തിന് വില നൽകിയവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സമയത്തിന് കൃത്യമായ വില നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉദയത്തിനും അസ്തമയത്തിനും, ഇരുട്ടിനും വെളിച്ചത്തിനും, മഴയ്ക്കും ഇടിക്കും, എന്തിനേറെ തീരം തഴുകുന്ന തിരക്ക് പോലുമുണ്ട് കൃത്യമായ ചിട്ടയായ സമയക്രമം. ജീവിക്കുന്ന വർഷമല്ല, നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നതല്ല, വർഷിക്കുന്ന ജീവിതമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് JCI, ബി ബെറ്റർ. താങ്ക് യു. താങ്ക് യു സർ. ഇന്നത്തെ ദിവസം എല്ലാവരും ആശംസകൾ. The time is for open forum and feedbacks. രമ്യ സന്തോഷ്. യെസ് മാം. സെഷനെ പറ്റി ഒന്നും പറയാനില്ല. താങ്ക് യു. വളരെ നല്ല രീതിയിൽ സ്റ്റോറീസ്, ആ സ്റ്റോറീസ് കേട്ടിരുന്നപ്പോ നമ്മൾ ടൈം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. 20 മിനിറ്റ് വളരെ ഭംഗിയായിട്ട് നമ്മുടെ പരുന്തിനെ പോലെ ഉയരങ്ങളിൽ പറക്കാൻ, പരുന്തിനെ പോലെ പറക്കാൻ മനുഷ്യർക്കും അതിന് കഴിയും. ഓൺലി തിങ് ഈസ് നമ്മുടെ മനസ്സ് വെക്കണം, നമ്മളത് അങ്ങനെ ആഗ്രഹിക്കണം. അതാണ് നമ്മളങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് 3 കാര്യങ്ങൾ, വളരെ ഭംഗിയായിട്ട് 3 കാര്യങ്ങൾ, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതായത് വൈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസറബിൾ ആയിരിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതൊരു ഫയറായി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ടൈം വരും. ഓട്ടോമാറ്റിക്കലി നമുക്ക് ടൈം ഇല്ലാന്നതല്ല, നമുക്ക് ടൈമിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വയം ടൈമിന് വേണ്ടി
നമ്മൾ മാനേജ് ചെയ്യണം. ടൈം അനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യണം. അതാണ് കടലിലെ തിരമാലകൾ പോലും ടൈം ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്യുന്നു. നമുക്കാണ് ഡിസിപ്ലിൻ ഇല്ലാത്തത്. അപ്പോ നമ്മള് ഡിസിപ്ലിനോടുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങള് സാക്ഷാത്കരിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പറക്കാം. പരുന്തിനെ പോലെ പറക്കാം. മഴ വരുമ്പോൾ കൂടിനുള്ളിൽ പോയി ഒളിച്ചിരിക്കാതെ മഴമേഘങ്ങളുടെ മേലോട്ട് പോയിക്കൊണ്ട് അതിലും മേലെ പറന്നുകൊണ്ട് നമുക്ക് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാം എന്ന് പറഞ്ഞ് രമ്യ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചന്ദ്രിക മാം. ഹലോ രമ്യ, ഞാൻ മിലിന്ദ്, ജെസി ഫറോക്ക് മെട്രോ. മിലിന്ദ് സർ, ഗുഡ് മോർണിംഗ്. എന്തായാലും സമയത്തിന്റെ വിലയെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. പറഞ്ഞതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം സമയം വിലപ്പെട്ടതാണെന്ന്. പക്ഷെ അതിന് തീരെ വില നൽകാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ അടക്കമുള്ളവര് ഈ മാറ്റിവെക്കുന്ന സ്വഭാവക്കാർ ഇപ്പൊ ആദ്യം ചോദിച്ചപ്പോഴാ പറഞ്ഞത്, നമ്മളെപ്പോഴും ഇതിങ്ങനെ നീട്ടിവെക്കുക, നമ്മൾ സമയത്തിന് വില കൊടുക്കാതിരിക്കുന്ന ആളുകളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമെങ്കിലും അപ്പൊ അതിൽ ശരിക്കും ഒരു ഐ ഓപ്പണർ തന്നെയായിരുന്നു ആ പറഞ്ഞ കഥകളൊക്കെ ഉണ്ടല്ലോ. കാരണം നമ്മൾ എന്തിനാണ് നമ്മുടെ എന്താണെന്നൊക്കെയുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റിയ നല്ലൊരു സെഷൻ. താങ്ക് യു സർ. താങ്ക് യു. ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ടോ? യെസ്, കേക്കുന്നുണ്ട്. പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴക്കൂട്ടിലിറങ്ങി ഇരുളിനെ കാണാതെ അങ്ങനെ ഇരുണ്ട നാളുകൾ നീക്കി. ശരിക്കും ഈ 7 AM ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കണക്കിന് ഒരുപാട് പുതിയ പുതിയ ട്രെയിനേഴ്സിന് വരാനൊരു വേദിയാണ്. അപ്പൊ ആദ്യം സോൺ 28നും ആദ്യം ഒരു കൺഗ്രാജുലേഷൻ സ്പെഷ്യൽ. പിന്നെ രമ്യ ടീച്ചറെ ട്രെയിനിങ് പ്രോഗ്രാം ആദ്യം വണ്ടർഫുൾ ആയിരുന്നു. വളരെ എന്താ പറയാ, കുറെ കാലം പവിഴക്കൂട്ടിൽ ഒതുങ്ങിയ ഒരാള് പുറത്തു വന്നപ്പോ നല്ലൊരു ട്രെയിനർ ആയിട്ടുണ്ട്. നല്ല നല്ല വളരെ കേൾക്കാൻ ഉണ്ടായിരുന്നു. വളരെ നന്നായിരുന്നു. കൺഗ്രാജുലേഷൻ. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സംശയം നിങ്ങള് രമ്യ മാഡം നിങ്ങൾ എന്തൊരു ബന്ധമുണ്ടോ? ഞാൻ ആ സംശയം ചോദിക്കാൻ ഇങ്ങനെ മനസ്സിൽ വന്നതായിരുന്നു. വല്ല ബന്ധമുണ്ടോ ശരിക്കും? ഈ സന്തോഷാണോ ആ സന്തോഷം? അതെ അതെ, ആ സന്തോഷമാണ് ആരും അറിയിച്ചിട്ടില്ല. ഞാൻ ഇത് ഉപരി വാക്കില് വെരി ഗുഡ്. മാഡം നമസ്കാരം. ഞാൻ ജെസി സിറിൽ, ശ്രീകൃഷ്ണപുരം. നമസ്കാരം സർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് അറിവുകളാണ് പാസ് ചെയ്തത്. വളരെ ഗംഭീരായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. താങ്ക് യു. മേഡം, യെസ് സർ. ഗംഭീര കേട്ടോ. ആ കഥകളിലൂടെ ഇങ്ങനെ ആ പോയിന്റുകൾ പറഞ്ഞ് എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തി. ഓർമ്മ. താങ്ക് യു നോബൽ സർ. ഹലോ, കൺഗ്രാറ്റുലേഷൻസ് രമ്യ മാം. സൗമ്യ സുരേഷ് ആണ്, നെന്മാറ. എക്സലന്റ് സെഷൻ. പറഞ്ഞ പോലെ നമ്മൾക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാണ്, എന്നാൽ നമ്മൾ ജീവിതത്തിൽ എത്രമാത്രം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വീണ്ടും എഗെയിൻ ഒരു തോട്ട് പ്രൊവോക്കിംഗ് സെഷൻ ആയിരുന്നു ഒന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ആരെങ്കിലും ഉണ്ടോ? ഞാൻ തോന്നുന്നില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പം എനിവേ, ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചപ്പോൾ തന്നെ തയ്യാറായി ഈ രാവിലെ സെഷൻ അവതരിപ്പിക്കാൻ തയ്യാറായ ഇന്നത്തെ ഗസ്റ്റ് സ്പീക്കർ രമ്യ മാഡത്തിന്റെ ചെയർമാൻ എന്ന എല്ലാവിധ ആശംസകളും നേരാണ്. നമ്മള് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിന് വേണ്ടി സൗമ്യ സുരേഷ് നെന്മാറ ക്ഷണിക്കുന്നു. താങ്ക് യു ചെയർമാൻ ഫോർ ദ പ്രിവിലേജ്. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ചെയർമാനും സെഡി ട്രെയിനിങ്ങുമായിട്ടുള്ള ഡോക്ടർ ഹിഷാം സർ, അദ്ദേഹത്തിന് ആദ്യം നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ 7 AM മോർണിംഗ് ഡ്രൈവ് എന്ന ഒരു ആശയം അത് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഒരു സെഷൻ കഥകളിലൂടെയും
നമ്മളെല്ലാം പഠിച്ചു മറന്ന കവിതയിലൂടെയെല്ലാം വളരെ രസകരമായി കൊണ്ടുപോയ രമ്യ മാഡത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇവിടെ ഇല്ലെങ്കിൽ പോലും നമ്മുടെ അവർ അയൺ ലേഡി ഓഫ് സോൺ 28 PPP ചിത്ര മാമിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ZGB മെമ്പേഴ്സിന്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ JCs ആൻഡ് നോൺ JCs ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ജയ് JCI, ബി ബെറ്റർ, എൻജോയ് ദ ജോയ് ഓഫ് JCI. താങ്ക് യു സൗമ്യ മാഡം ഫോർ യുവർ നൈസ് ടോക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നാളെ വീണ്ടും കണ്ടുമുട്ടാം. മറ്റൊരു സെഷനുമായിട്ട് നാളെ കണ്ടുമുട്ടാം. The meeting in connection with the 7 AM morning drive of JCI India Zone 20 is hereby adjourned. Thank you all. Thank you.